അതിൽ ചാടി പോയാ മതിയായിരുന്നു. നാളെ ചാടാം. ഞാൻ പറയുന്ന പോലെ എല്ലാരും അനുസരിച്ചോളണം. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അയ്യോ എടാ, പെൺപിള്ളാരിങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നതാണ് എന്ത് രസമാണെന്നറിയാവോ. ഒന്ന് കണ്ടിട്ട് വരാടാ പ്ലീസ്. എടാ, അവരുടെ ആങ്ങളമാര് കണ്ട നിന്റെ കിടപ്പ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതന്നെ. ഇന്ദുന്റെ മുറി എവിടെ? അത് ഇന്ദുവിനോട് എന്നെ ചോദിച്ചാ പോരാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ മാറ്ററിനോട് ചോദിക്കാം. അവരുടെ കയ്യിലാകുമ്പോ എല്ലാവരുടെയും രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. നേരം കളയാതെ പോയി ചോദിക്കേ. അതെ, ഈ മാറ്ററിന്റെ മുറി എങ്ങനെ കണ്ടുപിടിക്കില്ല? ഇവൻ പോകുന്നുണ്ട, ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെയല്ലേ താമസം? ഇതെന്താ ലേഡീസ് ഹോസ്റ്റലില് ഹെയർ പിന്നോ? ഒരു ഐഡിയ. ഇന്ദു ടീച്ചറുടെ നമ്പർ ഉണ്ട്, ഡയൽ ചെയ്ത ബെല്ലടിക്കുന്ന റൂമിൽ കയറി പൊക്കിയാ പോരെ. അതിന് ഇന്ദു ടീച്ചറുടെ നമ്പർ ഇല്ലല്ലോ. ദമയന്തി ടീച്ചറുടെ നമ്പറുണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. എങ്കിൽ കുത്തളിയ നമ്പര് ഇവൻ ഡയൽ ചെയ്യുമ്പോ ഏത് റൂമിൽ നിന്ന് ബെല്ല് കേൾക്കും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഓരോ റൂമിലായിട്ട് വിന്യസിച്ചോ. കിട്ടി ബെല്ലടിക്കുന്നു. ഹലോ ദമയന്തി ടീച്ചറെ, ഞാൻ കമ്പിയാ, അല്ല തമ്പിയാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. ഏത് നമ്പറിലാ വിളിച്ചു? ഒരു മുറിയിലും റിങ് കേൾക്കണില്ല. എന്റെ പൊന്ന് രക്സെ, ഞാൻ ദമയന്തിക്കിട്ട് കുത്തിയതാ, കൊണ്ടത് ഡയാനിക്ക്. അതേതാണ് ആ പിശാച്? ആ പിശാച് എന്റെ ഭാര്യയാണ്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കിട്ട് കുത്തട. കുത്തി കുടുംബത്തിന്ന് പുറത്തായി. ഇനി മാറല്ലേ. ബെല്ലടിക്കുന്നു. അങ്ങോട്ട് ചെല്ലാം. സൈലന്റ് മോഡിലിടാഞ്ഞത് ഭാഗ്യം. ചവിട്ടി തുറക്കല്ലേ. പോകടാ. എന്ത് വെയിറ്റാണ് തെണ്ടി.